ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലരങ്ങനെയാണ്. എവിടെ പോയാലും അവർ അവരുടെ തനി നിറം കാണിക്കാതിരിക്കത്തില്ല. ഇപ്പോൾ ബ്രിട്ടനിൽ പോയി അവരവരുടെ തനി നിറം പുറത്തെടുത്തു. അപ്പം എന്താ സംഭവിച്ചത്? ഉള്ള കഞ്ഞുകൂടി കൂടി അങ്ങ് മുട്ടി. അവനവന് കിട്ടുന്ന സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുങ്ങി ജീവിക്കേണ്ടതിന് പകരം അവിടെ ഒക്കെ പോയി നിയമം കയ്യിലെടുക്കും. നമ്മുടെ മതരാജ്യമാണെന്ന് കരുതി ഇപ്പൊ പാകിസ്ഥാനികള് ബ്രിട്ടനിൽ നുഴഞ്ഞു കയറി. ശരി, ബ്രിട്ടൻ ഇവർക്ക് കൊടുത്ത സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചാ പോരെ. ഒരു 2 മാസം മുമ്പ് ബ്രിട്ടനിൽ ഉപരിപഠനത്തിന് പോയതാണ് ഒരു പാകിസ്ഥാൻ ചെറുപ്പക്കാരൻ. ഉടനെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് ഡിങ്കോഡാൽഫിക്ക് വേണ്ടി പിടിച്ചു. കുട്ടി കിടന്ന് അലറി വിളിച്ച് ആളുകളൊക്കെ കൂടി ഓടി വന്നു. അങ്ങനെ പോലീസുകാർ വന്നപ്പോൾ ഈ യുവാവ് നിന്ന് ഏത്തമിടുവാണ് ക്ഷമ പറഞ്ഞിട്ട്. ഇനി ഇവരിങ്ങനെ ചോദിച്ച് വീഡിയോ ചെയ്യുന്ന രീതികളുണ്ട്. ഒരു 5 മിനിറ്റോളം ഉണ്ട് ആ വീഡിയോ. അപ്പൊ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാ വന്നിരിക്കുന്നത്? ബ്രിട്ടനിൽ. നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? ഉപരിപഠനത്തിന് വേണ്ടി. നിങ്ങൾ എവിടത്തെ പൗരനാണ്? പാകിസ്ഥാൻ പൗരനാണ്. ശരി, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത്? നിങ്ങൾ എത്ര നാളായി വന്നിട്ട്? അത് 1 മാസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. ശരി, 1 മാസം കൊണ്ട് തന്നെ സ്വന്തം രീതികൾ പുറത്തെടുക്കാൻ തുടങ്ങിയല്ലേ? ശരി, അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇത് നിയമവിധേയമാണ്. എന്ത്? ചെറിയ പിള്ളേരെ പിടിച്ചിട്ട് ഡിങ്കോഡാൽഫി ചെയ്യലേ ഞങ്ങൾക്ക് വലിയ പുത്തരിയൊന്നും അല്ലാന്ന്. അങ്ങനെ പാകിസ്ഥാനിൽ കുഴപ്പമില്ല. 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അവര് പ്രായപൂർത്തിയായ സ്ത്രീകളാണല്ലോ. ആയിഷയുടെ വിവാഹപ്രായമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അങ്ങനെ ഡിങ്കോഡാൽഫി ചെയ്യാൻ വേണ്ടി പിടിച്ചു. എന്തായിരുന്നാലും അവിടുത്തെ നിയമം അനുസരിച്ച് കാക്കാട സുന പോകുമെന്ന് ഏതാണ്ട് 100% ഉറപ്പാണ്. ഇങ്ങനെ കുറെ പാകിസ്ഥാനി കാക്കാമാര് ബ്രിട്ടനിൽ ചെന്നിട്ട് പലതും ചെയ്തു. സുന വെറുതെ ഇരിക്കില്ലല്ലോ. നെയ്ച്ചോറും ബീഫും അതൊക്കെ കഴിച്ചിട്ട് കാക്കാമാർക്ക് അങ്ങോട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റുന്നില്ല. തന്നെയുമല്ല, മദ്രസയിൽ പഠിച്ചതാണല്ലോ തലച്ചോറ് നിറയെ. കാക്കാമാർ ഇതൊക്കെ എടുത്തങ്ങോട്ട് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി ബ്രിട്ടൻ ഇതുവരെ പാകിസ്ഥാന് ചെയ്തു വന്നിരുന്ന സഹായവും കൂടി അങ്ങ് നിർത്തലാക്കി. നോക്കൂ, കേട്ടോ. പാകിസ്ഥാനുള്ള ധനസഹായം നിർത്തലാക്കണമെന്ന ബ്രിട്ടീഷ് എം പി റൂപ്പർട്ട് ലോവാണ് പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. ബ്രിട്ടീഷ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത പാകിസ്ഥാൻ പൗരന്മാരെ കടത്തും വരെ സഹായം നിർത്തിവെക്കണം. അതേസമയം അടുത്ത വർഷത്തെ പാകിസ്ഥാനുള്ള ബ്രിട്ടന്റെ ധനസഹായം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു. Government commit to pausing all Pakistani visas and foreign aid into the country until the Pakistani government agrees to accept any of its deported citizens that have perpetrated these crimes on British soil, and also imprisons these rapists and their accomplices in Pakistan, however they see fit. Will the government undertake a full investigation into officials who had knowledge of these crimes yet failed to act? ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, ഈ ബ്രിട്ടീഷ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കെ സ്റ്റാമർ ഭരണകൂടം വലിയ രീതിയിലുള്ള പഴി കേൾക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് പാകിസ്ഥാനുള്ള ധനസഹായം കൂടി നിർത്തലാക്കണമെന്ന് ഒരു ബ്രിട്ടീഷ് എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ കേട്ടതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം നേരത്തെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരത്തിൽ 1400ഓളം പെൺകുട്ടികളെ പാകിസ്ഥാൻ ഒറിജിനുള്ളവർ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിൽ പാകിസ്ഥാൻ പൗരന്മാർ ബലാത്സംഗം ചെയ്ത വിഷയമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ 1400 പെൺകുട്ടികളെ വേറെ ഒരു രാജ്യത്ത് പോകുമ്പോൾ തന്തയുടെ രാജ്യമാണെന്നാണോ ഇവനൊക്കെ വിചാരിച്ചിരിക്കുന്നത്? മര്യാദയ്ക്കും മാനത്തിനും ഒതുങ്ങി ജീവിച്ചു പോകണ്ടായോ? വേറൊരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കും വിധം, ആ നിയമങ്ങൾ അനുശാസിക്കും വിധം മര്യാദയ്ക്ക് ജീവിക്കണ്ടേ? ഇവർക്കെന്തു മര്യാദ? ചാത്തപ്പൻ എന്ത് മഹഷറ എന്ന് പറയണത് പോലെ അവിടെ ചെന്നിട്ട് ഇവരുടെ രാജ്യത്തെ പെണ്ണുങ്ങളെയും സ്ത്രീകളെയും കണ്ടതുപോലെ അവിടെയും ചെന്ന് കണ്ടപ്പോൾ പാകിസ്ഥാൻ പട്ടിണിയായി. അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാന് നൽകുന്ന സഹായധനം, അതായത് നേരത്തെ നൽകിയിരുന്ന സഹായധനത്തിൽ നിന്നും 3 ഇരട്ടിയോളം സഹായധനം, മാനുഷിക സഹായധനമാണ് ബ്രിട്ടൻ നൽകുന്നതെങ്കിൽ കൂടി അത്തരത്തിൽ 3 ഇരട്ടിയായി അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം, വരും വർഷം അത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിർത്തിവെക്കണം. എന്തെന്നാൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് ബ്രിട്ടൻ നൽകിയിരുന്ന ധനസഹായവും നിർത്തലാക്കി. അടുത്ത വരും വർഷം മുതൽ അത് 3 ഇരട്ടിയാക്കി നൽകണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോ നമ്മൾ കൊടുക്കുന്ന ഔദാര്യവും തിന്നിട്ട് നമ്മുടെ മക്കളെ കയറി പിടിക്കുന്ന ഒരു രീതി എങ്ങനെ അനുവദിച്ചു നൽകും? അതുകൊണ്ട് തൽക്കാലം അവര് പട്ടിണി കിടന്ന് ചത്തു തൊലയട്ടെ എന്നങ്ങോട്ട് തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ പറയും എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റു കുത്തിയത് കൊണ്ടുള്ള കുഴപ്പമാണ്.
ഇവർ അഭയാർത്ഥികളായി ചെന്നുകയറിയ രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ ഇവരുടെ ഉച്ചിത്തരിപ്പും ലൈംഗിക ഉദ്ധാരണവും കാണിച്ചതിന്റെ പേരിലാണ് ഒക്കെയും പുറത്താക്കിയത്. പാകിസ്ഥാനിൽ ചെന്ന 10 ലക്ഷത്തോളം അഫ്ഗാന്റെ നിയമം പുറത്തെടുത്തത് കൊണ്ട് പാകിസ്ഥാൻ അവരെ വന്നതുപോലെ തിരിച്ചു കൊണ്ടുവിട്ടു. ഇറ്റലിയിലായിരുന്നാലും ജർമ്മനിയിലായിരുന്നാലും സ്വീഡനിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും ഫ്രാൻസിലായിരുന്നാലും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി, ഇവരുടെ ഈ രൂപത്തിലുള്ള ഉത്തേജനം പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാകെ അതിനകത്ത് അപരാധികളും പെടും, നിരപരാധികളും പെടും. പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രിട്ടനോട് കളിച്ചത് പാകിസ്ഥാൻ ഈ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത തങ്ങളുടെ പൗരന്മാരെ തിരിച്ച് എടുക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അനുവാദം നൽകുന്നതുവരെ അത് നിർത്തിവെക്കാൻ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. അത്തരത്തിൽ അത് നിർത്തിവെക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ധനസഹായം നൽകുന്നത്, അതായത് ഇത്തരത്തിൽ നൽകുന്ന വലിയ തോതിലുള്ള ധനസഹായം അത്തരത്തിൽ ഡിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഡിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യപ്പെടുന്ന ആ പൗരന്മാർക്ക്, പാകിസ്ഥാൻ പൗരന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക കൂടി വേണമെന്നാണ് വളരെ കൃത്യമായി അദ്ദേഹം ആവശ്യപ്പെട്ടത്. എങ്ങനെയുണ്ട്? ബ്രിട്ടന്റെ പണം കൊണ്ടുപോയി തിന്നിട്ട് ബ്രിട്ടൻ കുട്ടികളെ തന്നെ കേറി പിടിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അവർക്കാർക്കും ബ്രിട്ടന്റെ ഒരു നാണയത്തുട്ട് പോലും കിട്ടരുത്. അതിന്റെ ആനുകൂല്യവും ഈ 1400 കുട്ടികളെ പീഡിപ്പിച്ചവന്മാർക്ക് കിട്ടരുത്. സ്വീകരിക്കാവുന്ന ഒരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു കാര്യം. ഇത്തരത്തിലൊരു നടപടികൾ, അതായത് തങ്ങളുടെ രാജ്യത്ത് വന്ന ചില പാകിസ്ഥാൻ പൗരന്മാർ, നമുക്ക് നേരിട്ട് പറയാവുന്നതാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യത്തെ പൗരന്മാർ തങ്ങളുടെ നാട്ടിലെത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അവരെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അവർക്കെതിരായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ആ രാജ്യത്തിനുണ്ട്. ആ രാജ്യത്തിനുള്ള ആ ഇവര് ചെറിയ പ്രായം മുതലേ, മദ്രസ തലം മുതലേ പഠിക്കുന്നത് ഈ പുസ്തകമാണ്. അപ്പോ മുത്തുനബിയുടെ കുത്തുപുസ്തകം പഠിച്ച് ഇവർക്കിതൊന്നും വലിയ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് മാനക്കേടാണ്. ഈ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. ഈ നിയമത്തിന്റെ കുരുക്കിൽ നമ്മൾ പെട്ടുപോകും. അതൊന്നും അവരുടെ വിഷയമേ അല്ല. ഈ സമയത്ത് ഇവരുടെ ഉദ്ധരിച്ച ലിംഗം ഒന്ന് താക്കണം. അത് മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. നിർവഹിക്കുന്നതിനെ അവരെ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായാണ് റൂപ്പർട്ട് ലോ ഇക്കാര്യത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഏതാണ്ട് 5 മിനിറ്റോളം വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് പാകിസ്ഥാന് വേണ്ട ധനസഹായം നിർത്തലാക്കണമെന്ന നിലപാടാണ്. അത്തരത്തിൽ ധനസഹായം നിർത്തലാക്കി ഇവരെ തിരിച്ചെടുക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പാകിസ്ഥാനികൾ അവിടെ നിരവധിയായ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്തിരുന്നു, ഇവരെ തിരിച്ചെടുക്കും വരെയുള്ള നടപടികൾ സ്വീകരിക്കണം. നമുക്ക് അറിയാവുന്നതാണ് ദേശീയ അന്വേഷണം. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന, 1400 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത ഒരു സംഘടിത കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിൽ പുറത്തേക്ക് വന്ന ഈ വിഷയത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് കൃത്യമായ അന്വേഷണം വേണമെന്ന്, ദേശീയ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതിന്റെ ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ അത്തരം ആവശ്യങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു ആവശ്യം വലിയ തോതിൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് പോലും കുറേക്കുണ്ടായി. ഈ അടുത്ത ദിവസമാണ് കെയർ സ്റ്റാമറിനെ സംബന്ധിച്ച് ചില നിലപാടുകൾ വ്യക്തമാക്കിയത്. അത്തരം ആരോപണം ഉന്നയിക്കുന്നവർ വാസ്തവവിരുദ്ധമായ ആരോപണം ഉന്നയിക്കുന്നത് തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇലോൺ മസ്കും അതുപോലെ തന്നെ ജെ കെ റോളിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത്തരം ആരോപണത്തിന്, ഈ നിലപാടിനെ, അതായത് ബ്രിട്ടീഷ് പെൺകുട്ടികളെ പീഡിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്ന അല്ലെങ്കിൽ ദേശീയ അന്വേഷണം വേണമെന്ന നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അവരെല്ലാം ചില വ്യക്തി താല്പര്യങ്ങൾ നടപ്പാക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും അതെ. ഇന്ന് ബ്രിട്ടനിലാണ് സംഭവിച്ചതെങ്കിൽ ഇലോൺ മസ്ക് മനസ്സിലാക്കുന്നുണ്ട് നാളെ ഇത് അമേരിക്കയിലും ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും സ്വീഡനിലും ഒക്കെ ആവർത്തിക്കാം. അപ്പോൾ മാതൃകാപരമായി ബ്രിട്ടൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾക്കും അത് തന്നെ ഫോളോ ചെയ്യാമല്ലോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ നിലപാട്, ആ നിലപാടിനെയാണ് അതിരൂക്ഷമായി ഇപ്പോൾ ബ്രിട്ടീഷ് എംപി വിമർശിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമായിരിക്കുന്ന കാര്യം. ഇതുപോലെയുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതല്ലാതെ പെണ്ണ് അങ്ങേയറ്റം മൂടിക്കെട്ടി പർദ്ദയ്ക്കകത്തിറങ്ങി കറുത്ത ചാക്കിനകത്തിറങ്ങി അല്ല. ശരിക്കു വേണ്ടത് ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് ചികിത്സയാണ് വേണ്ടത്. ഇതൊരു മാനസിക രോഗമാണ്. ഈ സെക്സോമാനിയയ്ക്ക് കൃത്യമായ രൂപത്തിൽ ഒരു ചികിത്സ നടത്താതെ മറ്റുള്ളവരെയൊക്കെ ക്വാറന്റൈനിൽ അടച്ചിടുന്നതിന് കൊണ്ട് എന്താ കാര്യം? ബ്രിട്ടൻ അങ്ങനെ ഒരു ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി.